ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിവറ്റ് ടേബിളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള പിവറ്റ് ടേബിളിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും തന്നെയും, അതായത് എക്സൽ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെയും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അത്രയും ഈസിയാണ്. കാരണം എന്താണ്, നമുക്ക് പിവറ്റ് ടേബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലാസോ ഫങ്ഷൻസോ ഒന്നും തന്നെയും അറിയേണ്ട കാര്യമില്ല. ഏതൊരാൾക്കും പിവറ്റ് ടേബിൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്? അതായത് നമുക്ക് വലിയൊരു ഡാറ്റയിൽ നിന്ന് അതിൻ്റെ ഒരു എസൻസ്, അതായത് അതിൻ്റെ ഒരു കുഞ്ഞ് റിപ്പോർട്ടൊക്കെ നമുക്ക് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ആ ഡാറ്റയെ പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. എന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പിവറ്റ് ടേബിളിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇത്ര കാലവും യൂസ് ചെയ്ത പിവറ്റ് ടേബിളിൽ നമുക്ക് ഒരു സോഴ്സ് ഡാറ്റ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ അല്ലേ. അതായത് ഒരു സോഴ്സ് ഡാറ്റയിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്, മീൻസ് ഒരു ടേബിളിൽ നിന്ന്. പക്ഷേ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പിവറ്റ് ടേബിളിൽ നമുക്ക് എത്ര ടേബിൾസ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എത്ര ടേബിൾസിൽ നിന്നും ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരാൾ എന്നോട് ഡൗട്ട് ചോദിച്ചതാണ്, നമുക്ക് മോർ ദാൻ വൺ ടേബിൾസിൽ നിന്ന് പിവറ്റ് ടേബിൾ, ഒരു സിംഗിൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് നമ്മുടെ ഡാറ്റ പല ടേബിൾസിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക, പല വർക്ക്ഷീറ്റിലെ പല ടേബിൾസിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഫോർമുലാസോ ഫങ്ഷൻസോ ഒന്നും തന്നെ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിവറ്റ് ടേബിളും അതുപോലെ തന്നെ പവർ പിവറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഡാറ്റയാണുള്ളത്. അതായത് നമ്മുടെ ABC കമ്പനി ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ആണുള്ളത്. അതിൽ 2 വർക്ക്ഷീറ്റാണുള്ളത്. അതായത് ഒരു വർക്ക് ബുക്കിൽ 2 വർക്ക്ഷീറ്റാണുള്ളത്. ഒന്ന് എംപ്ലോയി ഡീറ്റെയിൽസും മറ്റൊന്ന് സാലറി എന്ന് പറയുന്ന ഒരു വർക്ക്ഷീറ്റും. അപ്പോൾ ഈ എംപ്ലോയി ഡീറ്റെയിൽസിൽ എംപ്ലോയി ID, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ജെൻഡർ, ഏജ് ആണുള്ളത്. അതേപോലെ സാലറിയുടെ വർക്ക്ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയി നെയിം, മന്ത്ലി സാലറി, സ്റ്റാറ്റസ്, ഇത്രയാണുള്ളത്. അപ്പോൾ ഈ 2 ടേബിൾസ് യൂസ് ചെയ്തിട്ട്, ഓക്കെ, 2 വർക്ക്ഷീറ്റിൽ നിന്നുള്ള 2 ടേബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സിംഗിൾ പിവറ്റ് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് പറയുന്ന പേര് പവർ പിവറ്റ് എന്നാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ടേബിൾസ് ഉണ്ടല്ലോ, ആ ടേബിൾസിനൊക്കെയും ഓരോ പേര് കൊടുക്കുക. എത്ര ടേബിൾസ് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ആ ടേബിൾസിനൊക്കെ നിങ്ങൾ ഓരോ പേര് കൊടുത്ത് വയ്ക്കുക. കാരണം പിന്നീട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിന് ഞാനൊരു പേര് കൊടുക്കാൻ പോവുകയാണ്. പേര് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഡാറ്റയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ടേബിൾ ഡിസൈൻ എന്നുള്ള ടാബ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ടേബിൾ ഡിസൈൻ എടുക്കുക. ദെൻ ടേബിൾ നെയിമിൽ ഇവിടെ ഞാൻ ഈ ഒരു പേര് മാറ്റിയിട്ട് എംപ്ലോയി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ടേബിളിന് ഇപ്പോൾ എംപ്ലോയി എന്നുള്ള പേരാണ് ഉണ്ടാവുക. ദെൻ സാലറി എന്നുള്ള ഈ വർക്ക്ഷീറ്റ് എടുത്തിട്ട് ഈ ടേബിളിന് നമുക്കൊരു പേര് കൊടുക്കാം. ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ടേബിൾ ഡിസൈൻ്റെ ആ ഒരു ടാബ് ഉണ്ടാവില്ല. ഡാറ്റയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആവും. ദെൻ അതെടുക്കുന്നു. ഇവിടെ വീണ്ടും ടേബിൾ നെയിമിൽ സാലറി എന്ന് തന്നെയാണുള്ളത്. ഞാൻ ഓൾറെഡി കൊടുത്തതാണ്. നിങ്ങളുടെ ഡാറ്റയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പേര് എന്താണോ അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പവർ പിവറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണോ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഇൻസേർട്ട് ടാബിൽ പോവുക. ദെൻ പിവറ്റ് ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം ടേബിൾ റേഞ്ചിൽ എംപ്ലോയി എന്നാണുള്ളത് അല്ലേ. അതായത് നമ്മുടെ ടേബിളിൻ്റെ പേരെന്താണോ അതാണ് ഇവിടെ വരുന്നത്. യൂഷ്വലി നമുക്ക് കാണാൻ എന്താണ്, ആ ഒരു റേഞ്ചാണ്. ഇവിടെ നമ്മൾ പേര് കൊടുത്തുകൊണ്ട് ആ പേര് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഇതിന് ശേഷം നമ്മൾ ന്യൂ വർക്ക്ഷീറ്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചൂസ് വെദർ യു വാണ്ട് ടു അനലൈസ് മൾട്ടിപ്പിൾ ടേബിൾസ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരേ ഒരു ഡിഫറൻസ്. അതായത് പിവറ്റ് ടേബിളിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആഡ് ദിസ് ഡാറ്റ ടു ദി ഡാറ്റ മോഡൽ എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, പുതിയൊരു വർക്ക്ഷീറ്റിലേക്ക് നമ്മുടെ പിവറ്റ് ടേബിൾ ഫീൽഡുകളൊക്കെ തന്നെയും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആക്റ്റീവ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ മാത്രമേ കാണുന്നുള്ളൂ. കസ്റ്റമർ എന്നുള്ള ഒരു വർക്ക്ഷീറ്റിലെ ടേബിൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ടേബിൾസും, അതായത് നിങ്ങൾക്ക് എത്ര ടേബിൾസ്, എത്ര വർക്ക്ഷീറ്റിൽ എത്ര ടേബിൾസ് ഉണ്ടോ ആ ടേബിൾസ് മുഴുവനും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ കസ്റ്റമറും സാലറിയും മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ അത് 2 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫീൽഡുകളൊക്കെ തന്നെയും കാണുന്നതായിരിക്കും. ഉണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ലൈൻ കാണാം അല്ലേ, ഒരു ബോർഡർ ലൈൻ കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ നമ്മളൊരു റിലേഷൻഷിപ്പും ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ കാണുന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ ടാബിൽ പോവാം. ഡാറ്റ ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൂൾസിൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഒരു വേയിലും കൂടി എടുക്കാം. അതായത് ഈ ഒരു മെത്തേഡുകളൊന്നും ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കസ്റ്റമറിൽ നിന്ന് ഞാൻ നെയിം എടുത്ത് റോസിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ സാലറി എന്നുള്ളതിൽ നിന്ന് സ്റ്റാറ്റസ് എന്നുള്ളതെടുത്ത്
വാല്യൂസിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് മേ ബി നീഡഡ് എന്ന് കാണാം. അതായത് നമ്മുടെ ടേബിളിന് നമ്മൾ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ആ രണ്ട് ടേബിൾസും തമ്മിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഡാറ്റ ടാബിലൊക്കെ പോകാൻ മടിയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ട ആ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സെക്കൻഡ് വർക്ക്ഷീറ്റിലെ സംഭവം, അതായത് സാലറി എന്നുള്ള ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിലുള്ള ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റമർ എന്നുള്ള കോളമാണ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ റിലേറ്റഡ് ടേബിൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേബിൾ കസ്റ്റമറിൻ്റെ ടേബിൾ എടുക്കുന്നു. അതിൽ നിന്ന് ഇതിന് ഏകദേശം ഇതിന് മാച്ച് ആയിട്ടുള്ള, അതായത് കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ നെയിംസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ നെയിം എടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ രണ്ട് ടേബിളിനും തമ്മിലും ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതായത് രണ്ടും ഒരേ ഡാറ്റ ആകുമ്പോൾ കസ്റ്റമർ, പക്ഷേ കോളം നെയിമും ഡിഫറെൻ്റ് ആണ്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഞാൻ റിഫ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ റിഫ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മിഡിൽ ലൈൻ മാറിയിട്ടുണ്ട്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറും സാലറിയും തമ്മിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ, ഒന്നുകിൽ ഡാറ്റ ടാബിൽ പോവാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഡ്രാഗ് ചെയ്തിടുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഞാനിത് ഒന്ന് മാറ്റുകയാണ്. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം വയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിടുകയാണ് റോസിലേക്ക്. അതേപോലെ തന്നെ സ്റ്റാറ്റസ് എന്നുള്ളത് മറ്റേ ടേബിളിൽ നിന്ന് സ്റ്റാറ്റസ് എടുത്തിട്ട് കോളംസിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവരുടേതും, അതായത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര പേര് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ട്, ഹാഫ് ടൈം ആയിട്ട്, അതേപോലെ തന്നെ അവർലി ആയിട്ട് എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണമായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇത് രണ്ട് ടേബിളിൽ നിന്നാണ് ഈ രണ്ട് ഡാറ്റയും വരുന്നത്. അത് ഓർക്കുക. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയി ഡീറ്റെയിൽസിലാണുള്ളത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേബിളിലാണുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരു പിവറ്റ് ടേബിൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ പിവറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ടേബിൾസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിയും ഇതിലേക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്ലാങ്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ പോവുക. പിവറ്റ് ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെയുള്ള ഓപ്ഷനാണ് വരുന്നത്. യൂസ് ദിസ് വർക്ക് ബുക്സ് ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട്. ടേബിളോ റേഞ്ചോ ഒന്നും തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു പിവറ്റ് ടേബിൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇനി റിലേഷൻഷിപ്പ് ഒന്നും തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു പിവറ്റ് ടേബിളിൽ എനിക്കിവിടെ വരേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര പേര് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൗണ്ടാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ കസ്റ്റമർ എന്നുള്ള ഈ ഒരു ടേബിളിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിനെ എടുത്ത് റോസിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ നെയിംസ് എന്നുള്ളത്, എംപ്ലോയി നെയിം എന്നുള്ളത് സാലറിയിൽ നിന്നാണ് എടുത്ത് വാല്യൂസിലേക്ക് ഇടുന്നത്. നോക്കിക്കോളാം, കണ്ടോ? കൗണ്ട് ഓഫ് എംപ്ലോയി നെയിം എന്നുള്ളത് നമുക്ക് വന്നിട്ടുണ്ട്. ഫിനാൻസിൽ 5 ആണ്, IT 7 ആണ്, മാർക്കറ്റിംഗ് 4 ആണ്, സപ്പോർട്ടിൽ 3 ആണുള്ളത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് തന്നെ ഡ്രാഗ് ചെയ്തിടാനേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ രണ്ട് ടേബിളും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് തന്നെ എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ഡാറ്റയും ആണെങ്കിൽ, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്. കോംപ്ലിക്കേറ്റഡ് ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് മാത്രമല്ല, ഇതിൽ കാൽക്കുലേഷൻസും കൂടി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് DAX ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പിവറ്റ് ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആനുവൽ സാലറിയാണ്. നമ്മുടെ ഡാറ്റയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉള്ളത് മന്ത്ലി സാലറിയാണ്. അപ്പോൾ ഇതിൻ്റെ ആനുവൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. DAX ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എടുത്ത് നോക്കാവുന്നതാണ്. ഓരോ എംപ്ലോയീസിൻ്റെയും ആനുവൽ സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോസിലേക്ക് നെയിം എടുത്തിടുകയാണ്. അടുത്തതായിട്ട് സാലറിയിൽ നിന്ന് മന്ത്ലി സാലറി എടുത്തിട്ട് ഞാൻ വാല്യൂസിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും മന്ത്ലി സാലറി ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കാണാം, ആഡ് മെഷർ എന്നുള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരിക. മെഷർ നെയിം കൊടുക്കുക. അതായത് നമുക്ക് എന്താണോ ആ കോളം ഹെഡറിൽ വരേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ആനുവൽ സാലറി എന്നാണ്. അടുത്തതായിട്ട് ഇവിടെ ഫോർമുലയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയുള്ളത് സം ഓഫ് മന്ത്ലി സാലറി എന്നാണ്. അപ്പോൾ സം ഓഫ് മന്ത്ലി സാലറി ഒന്ന് ഞാൻ
എൻ്റർ കീ അടിച്ച് സെലക്ട് ചെയ്യുന്നു. ദെൻ ആനുവൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ബൈ 12 ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാർ സൈൻ ഇടുന്നു, ദെൻ 12 കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇവിടെ ആയിട്ടുണ്ട് അല്ലേ. ഇനി അതേപോലെ തന്നെ കാറ്റഗറിയിൽ പോയിട്ട് നമ്പർ ഫോമാറ്റിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെസിമൽ പ്ലേസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഡെസിമൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫീൽഡുകളുണ്ടല്ലോ, ഫീൽഡിൽ ഒരു ഫീൽഡ് കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അതായത് ആനുവൽ സാലറി എന്നുള്ളത്. ഇതിനെ നമുക്ക് വാല്യൂസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പിവറ്റ് ടേബിളിന് വരുന്ന ചേഞ്ച് കണ്ടോളാം. കണ്ടോ, ആനുവൽ സാലറിയുടെ ഒരു കോളം കൂടി ആഡ് ചെയ്യപ്പെട്ടു. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത പേര് ഇങ്ങനെ ആയതുകൊണ്ടാണ് ആനുവൽ സാലറി എന്ന് തന്നെ വന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ മന്ത്ലി സാലറിയും കാണാം, ആനുവൽ സാലറിയും കാണാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മന്ത്ലി സാലറിയും ഈ ആനുവൽ സാലറിയും കണക്റ്റഡ് അല്ല, ഒരു കണക്ഷനും ഇല്ല. അതായത് എക്സൽ എന്ത് ചെയ്യാണ്, എക്സൽ സ്വയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ആൻസേഴ്സ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു കോളം ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് സം ഓഫ് മന്ത്ലി സാലറി എന്നുള്ളത് ഞാനിപ്പോൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്കും വരില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കുഞ്ഞ് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാൽക്കുലേഷൻസും നമുക്ക് എന്തിൽ ചെയ്യാവുന്നതാണ്, ഇങ്ങനെ ഡാക്സ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പവർ പിവറ്റിൽ പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ സിമ്പിൾ കാൽക്കുലേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വരുന്ന ക്ലാസ്സുകളിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. അതായത് ഈ ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് നമുക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് അല്ലേ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത പവർ പിവറ്റാണ്. ഒന്നുമില്ല, പിവറ്റ് ടേബിളിൽ ഒരു ടിക്ക് മാർക്ക് അല്ലേ, ആ ഡാറ്റ കൂടി ആഡ് ചെയ്യണം, മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് ഡാറ്റ കൂടി ആഡ് ചെയ്യണം എന്നുള്ള ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പിവറ്റ് ടേബിളിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. മാത്രമല്ല കാൽക്കുലേഷൻസ്, എക്സ്ട്രാ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഡാക്സ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.